ഹലോ, വെൽക്കം ടു ബ്രെയിനി ബ്രൈറ്റ് അക്കാഡമി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള PSC 2021 മുതൽ 24 വരെ 10th പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. നമ്മുടെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനിടയിൽ ബ്രെയിനി ബ്രൈറ്റ് അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 10th പ്രിലിംസിൻ്റെ ഭാഗമായി ഒരു 30 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നടക്കുന്നുണ്ട്. സിലബസിനനുസരിച്ചുള്ള ഡെയിലി പഠിക്കാനുള്ള ടോപ്പിക്കും കൂടാതെ അതിൻ്റെ PDF ഫ്രീ ആയി നൽകുന്നതാണ്. അതുകൂടാതെ തന്നെ വീക്ക്ലി റിവിഷൻ ക്ലാസ്സസും ടെലഗ്രാം ചാനലിൽ നടക്കുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ 10th പ്രിലിംസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്ലേലിസ്റ്റും ലഭ്യമാണ്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം ജടായു പക്ഷിശില്പം ആണ്. ജടായു പക്ഷിശില്പം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തുള്ള ജടായു നേച്ചർ പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം എന്നറിയപ്പെടുന്നത് ജടായു പക്ഷിശില്പമാണ്. അത് കൊല്ലം ജില്ലയിലെ ചടയമംഗലം ജടായു നേച്ചർ പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജടായു നേച്ചർ പാർക്ക് രൂപകൽപ്പന ചെയ്തത് ആരാണ്? ജടായു നേച്ചർ പാർക്ക് രൂപകൽപ്പന ചെയ്തത് ആരാണ്? രാജീവ് അഞ്ചലാണ് ജടായു നേച്ചർ പാർക്ക് രൂപകൽപ്പന ചെയ്തത്. ജടായു പക്ഷിശില്പം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തുള്ള ജടായു നേച്ചർ പാർക്കിലാണ് ജടായു പക്ഷിശില്പം സ്ഥിതി ചെയ്യുന്നത്. ജടായു നേച്ചർ പാർക്ക് രൂപകൽപ്പന ചെയ്തത് ആരാണ്? രാജീവ് അഞ്ചലാണ് രൂപകൽപ്പന ചെയ്തത്. ജടായു നേച്ചർ പാർക്കിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ജടായു നേച്ചർ പാർക്കിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സുരേഷ് ഗോപിയാണ് ജടായു നേച്ചർ പാർക്കിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം എന്നറിയപ്പെടുന്നത് ജടായു പക്ഷിശില്പമാണ്. അത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തുള്ള ജടായു നേച്ചർ പാർക്കിലാണ് ജടായു പക്ഷിശില്പം സ്ഥിതി ചെയ്യുന്നത്. ജടായു നേച്ചർ പാർക്ക് രൂപകൽപ്പന ചെയ്തത് രാജീവ് അഞ്ചലാണ്. ജടായു നേച്ചർ പാർക്കിൻ്റെ ബ്രാൻഡ് അംബാസിഡർ സുരേഷ് ഗോപിയാണ്. അതുപോലെ ജടായു എർത്ത് സെൻറ്ററിൻ്റെ പ്രഥമ ജടായു പുരസ്കാരത്തിന് അർഹനായതാരാണ്? നെടുമുടി വേണുവാണ്. ജടായു എർത്ത് സെൻറ്ററിൻ്റെ പ്രഥമ ജടായു പുരസ്കാരത്തിന് അർഹനായത് നെടുമുടി വേണുവാണ്. ജടായു എർത്ത് സെൻറ്ററിൻ്റെ പ്രഥമ ജടായു പുരസ്കാരത്തിന് അർഹനായതാരാണ്? നെടുമുടി വേണുവാണ്. നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം ജടായു പക്ഷിശില്പമാണ്. ജടായു പക്ഷിശില്പം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തുള്ള ജടായു നേച്ചർ പാർക്കിലാണ്. ജടായു നേച്ചർ പാർക്ക് രൂപകൽപ്പന ചെയ്തത് രാജീവ് അഞ്ചലാണ്. ജടായു നേച്ചർ പാർക്കിൻ്റെ ബ്രാൻഡ് അംബാസിഡർ സുരേഷ് ഗോപിയാണ്. ജടായു എർത്ത് സെൻറ്ററിൻ്റെ പ്രഥമ ജടായു പുരസ്കാരത്തിന് അർഹനായത് നെടുമുടി വേണുവാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. മനുഷ്യൻ്റെ ശ്രവണ പരിധി. മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് ആണ്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് ആണ്. 20,000 ഹെർട്സിനെ നമുക്ക് 20 കിലോ ഹെർട്സ് എന്നും പറയാം. 20 കിലോ ഹെർട്സ് എന്നും പറയാം. 20 കിലോ ഹെർട്സ് അഥവാ 20,000 ഹെർട്സ് ആണ് മനുഷ്യൻ്റെ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് ആണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എത്ര? ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എന്ന് പറയുന്നത് 212 ഡിഗ്രിയാണ്. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അതുപോലെ സെൽഷ്യസ് സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിൻ്റെ തിളനില. സെൽഷ്യസ് സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫാരൻഹീറ്റ് സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത്
ജലത്തിനാണ്. ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് ജലത്തിനാണ്. ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിത ഏതിനാണുള്ളത്? ജലത്തിനാണ്. ഇനി ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങളോട്. ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ള മൂലകം ഏതാണ്? ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ള മൂലകം ഏതാണ്? ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജനാണ് ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ള മൂലകം. ഏറ്റവും വിശിഷ്ട താപധാരിതയുള്ള വസ്തു ജലമാണ്. ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിത ഉള്ള മൂലകം ഹൈഡ്രജനാണ്. ഇനി നമുക്ക് വിശിഷ്ട താപധാരിത അഥവാ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് നോക്കാം. അതായത് 1 കിലോ മാസുള്ള ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 കെൽവിനായി ഉയർത്താൻ ആവശ്യമായ താപത്തെയാണ് വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. അതായത് 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 കെൽവിനായി ഉയർത്താൻ ആവശ്യമായ താപത്തെയാണ് വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. വിശിഷ്ട താപധാരിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് ആണ്. ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് ആണ് വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടെ പറയാം. ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് ജലത്തിനാണ്. ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ള മൂലകം ഹൈഡ്രജനാണ്. അതുപോലെ വിശിഷ്ട താപധാരിത എന്നാൽ 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 കെൽവിനായി ഉയർത്താൻ ആവശ്യമായ താപത്തെയാണ് വിശിഷ്ട താപധാരിത അഥവാ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ് ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് എന്നാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഗുരുത്വബലമാണ്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഗുരുത്വബലമാണ്. അതുപോലെ പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം എന്നറിയപ്പെടുന്നത് പ്രബല ന്യൂക്ലിയർ ബലമാണ്. ഏറ്റവും ശക്തി കുറഞ്ഞത് പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഗുരുത്വബലമാണ്. ഏറ്റവും കൂടുതൽ പ്രബല ന്യൂക്ലിയർ ബലമാണ്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഗുരുത്വബലമാണ്. പ്രകൃതിയുടെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കൂടിയത് ഏറ്റവും ശക്തമായ ബലം എന്നറിയപ്പെടുന്നത് പ്രബല ന്യൂക്ലിയർ ബലമാണ്. ഇനി നമുക്ക് ബലം പ്രയോഗിക്കത്തിൻ്റെ അടിസ്ഥാന ബലത്തെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ബലം പ്രയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാന ബലത്തെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് സമ്പർക്ക ബലം അഥവാ കോണ്ടാക്ട് ഫോഴ്സ്. ഒന്ന് സമ്പർക്ക ബലം അഥവാ കോണ്ടാക്ട് ഫോഴ്സ്. രണ്ടാമത്തത് സമ്പർക്കരഹിത ബലം അഥവാ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. സമ്പർക്കരഹിത ബലം അഥവാ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഒരു ബലം പ്രയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാന ബലത്തെ നമുക്ക് 2ആയി തിരിക്കാം. ആദ്യത്തേത് സമ്പർക്ക ബലം അഥവാ കോണ്ടാക്ട് ഫോഴ്സ്. രണ്ടാമത്തത് നോൺ കോണ്ടാക്ട് ഫോഴ്സ് അഥവാ സമ്പർക്കരഹിത ബലം. നമുക്ക് ആദ്യം സമ്പർക്ക ബലം എന്താണെന്ന് നോക്കാം. സമ്പർക്ക ബലം എന്നാൽ വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലത്തെയാണ് സമ്പർക്ക ബലം അഥവാ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലത്തെയാണ് സമ്പർക്ക ബലം അഥവാ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഉദാഹരണം വിസ്കസ് ബലം, പ്രതല ബലം, ഘർഷണ ബലം, ഇലാസ്തിക ബലം. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലത്തെയാണ് സമ്പർക്ക ബലം അഥവാ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഉദാഹരണം വിസ്കസ് ബലം, പ്രതല ബലം, ഘർഷണ ബലം, ഇലാസ്തിക ബലം. ഇനി നമുക്ക് സമ്പർക്കരഹിത ബലം എന്താണെന്ന് നോക്കാം. ഒരു വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ബലത്തെയാണ് സമ്പർക്കരഹിത ബലം എന്നറിയപ്പെടുന്നത്. ഒരു വസ്തുവുമായി സമ്പർക്കത്തിലില്ലാത്ത വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ബലത്തെയാണ് സമ്പർക്കരഹിത ബലം എന്നറിയപ്പെടുന്നത്. ഉദാഹരണം ന്യൂക്ലിയർ ബലം, വൈദ്യുത കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം. ഉദാഹരണം ന്യൂക്ലിയർ ബലം, വൈദ്യുത കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം. നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഗുരുത്വബലമാണ്. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം എന്ന് പറയുന്നത് പ്രബല ന്യൂക്ലിയർ ബലമാണ്. ബലം പ്രയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാന ബലത്തെ 2ആയി തിരിക്കാം. ഒന്ന് സമ്പർക്ക ബലം, രണ്ടാമത്തത് സമ്പർക്കരഹിത ബലം. സമ്പർക്ക ബലം എന്നാൽ വസ്തുക്കൾ തമ്മിൽ പരസ്പര
സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ഫലത്തെയാണ് സമ്പർക്ക ബലം എന്നറിയപ്പെടുന്നത്. ഉദാഹരണം ഡിസ്കസ് ബലം, പ്രതല ബലം, ഘർഷണ ബലം, ഇലാസ്തിക ബലം. ഒരു വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ബലത്തെയാണ് സമ്പർക്കരഹിത ബലം എന്നറിയപ്പെടുന്നത്. ഉദാഹരണം ന്യൂക്ലിയർ ബലം, വൈദ്യുത കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒരു ജല തന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം. ഒരു ജല തന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 3 ഒരു ജല തന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 3. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര്? മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര്? അത് മോസ്ലിയാണ്. മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ മോസ്ലെയാണ്. ഇനി അതേപോലെ മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ആൻ്റോയിൻ ലവോസിയാണ് തുടക്കം കുറിച്ചത്. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ആൻ്റോയിൻ ലവോസിയാണ് തുടക്കം കുറിച്ചത്. അതുപോലെ തന്നെ മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിൻ്റെ ക്രമത്തിൽ വിന്യസിച്ച റഷ്യൻ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ഡിമിത്രി ഇവോനിച്ച് മെൻഡലീവാണ്. മെൻഡലീവാണ് മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിൻ്റെ ക്രമത്തിൽ വിന്യസിച്ചത്. അതുപോലെ ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഡിമിത്രി മെൻഡലീവ് തന്നെയാണ് ആവർത്തന പട്ടികയുടെ പിതാവ്. അതായത് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് മെൻഡലീവ് ആണ്. അതുപോലെ മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിൻ്റെ ക്രമത്തിൽ വിന്യസിച്ച ഒരു റഷ്യൻ ശാസ്ത്രജ്ഞനാണ് ഡിമിത്രി ഇവോനിച്ച് മെൻഡലീവ് എന്ന് പറയുന്നു. അതേപോലെ മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആൻ്റോയിൻ ലവോസി ആയിരുന്നു. അതുപോലെ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലെയാണ്. മോസ്ലെയാണ് നമ്മുടെ ആധുനിക ആവർത്തന പട്ടിക, അതായത് മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഹെൻറി മോസ്ലെയാണ്. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ മോസ്ലെയാണ്. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആൻ്റോയിൻ ലവോസിയാണ്. മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിൻ്റെ ക്രമത്തിൽ വിന്യസിച്ച റഷ്യൻ ശാസ്ത്രജ്ഞൻ ഡിമിത്രി ഇവോനിച്ച് മെൻഡലേവ് ആണ്. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡിമിത്രി മെൻഡലേവ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി മോസ്ലെയാണ്. അതുപോലെ തന്നെ ഇത് കൂടാതെ തന്നെ നമുക്ക് ട്രയാഡ്സ് അഥവാ ത്രികങ്ങൾ വർഗീകരിച്ചതാരാണ്? ഡോബർനിയറാണ് ത്രികങ്ങൾ അഥവാ ട്രയാഡ്സ് മൂലകങ്ങളെ ട്രയാഡ്സ് ആയിട്ട് വർഗീകരിച്ചത് ഡോബർനിയറാണ്. അതായത് ഉദാഹരണം ഡോബർനിയറുടെ ട്രയാഡ്സ് എന്ന് ഏതൊക്കെ എലമെൻസിനെ നമ്മൾ പറയാം? ട്രയാഡ്സ് ആയിട്ട് ഏതൊക്കെയാ? ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം. ലീന കേന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അതായത് ട്രയാഡ്സ്, ഡോബർനിയറിൻ്റെ ട്രയാഡ്സ് അഥവാ ത്രികങ്ങൾ ലീന കെ, ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം. ലീന കേന്ന് ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ അഷ്ടക നിയമം അഥവാ ലോ ഓഫ് ഒക്ടേവ്സ് ആരാണ് കൊണ്ടുവന്നത്? ന്യൂലാൻഡ്സിൻ്റെ ആണ് ലോ ഓഫ് ഒക്ടേവ്സ് അഥവാ അഷ്ടക നിയമം ആരാണ് കൊണ്ടുവന്നത്? അഷ്ടക നിയമം അഥവാ ലോ ഓഫ് ഒക്ടേവ്സ് കൊണ്ടുവന്ന ആരാണ് ആവിഷ്കരിച്ചത്? ന്യൂലാൻഡ്സ് ആയിരുന്നു. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞനാരാണ്? മോസ്ലെയാണ്. അതേപോലെ മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻ്റോയിൻ ലവോസിയാണ്. അതേപോലെ മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിൻ്റെ ക്രമത്തിൽ വിന്യസിച്ച റഷ്യൻ ശാസ്ത്രജ്ഞൻ അഥവാ റഷ്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്?
മെൻഡലേവ് ആണ് ആവർത്തന പട്ടികയുടെ പിതാവും മെൻഡലേവ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാരാണ്? ഹെൻറി മോസ്ലെയാണ്. മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന രീതിയിൽ അഥവാ ട്രയാഡ്സ് എന്ന രീതിയിൽ വർഗീകരിച്ചതാരാണ്? ഡോബർനെയർ ആണ്. ഡോബർനെയറുടെ നമ്മൾ ഓർക്കാനായിട്ട് ഒരു കോഡ് പറഞ്ഞല്ലോ, ലീനാക്കെ, ലിഥിയം സോഡിയം പൊട്ടാഷ്യത്തിനാണ് ഡോബർനെയർ ത്രികങ്ങൾ അഥവാ ട്രയാഡ്സിന് നമുക്കിങ്ങനെ ഓർത്ത് വയ്ക്കാം. അതേപോലെ അഷ്ടക നിയമം അഥവാ ലോ ഓഫ് ഒക്ടേവ്സ് ആവിഷ്കരിച്ചതാരാണ്? ന്യൂലാൻഡ്സ് ആണ്. ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് അഥവാ ന്യൂലാൻഡ്സ് എന്ന് പഠിച്ചാലും മതി. അഷ്ടക നിയമം അഥവാ ലോ ഓഫ് ഒക്ടേവ്സ്, ത്രികങ്ങൾ അഥവാ ട്രയാഡ്സ്, ഡോബർനിയർ അത് ലീനാക്കെ എന്ന് പറഞ്ഞ് ആലോചിച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലുമിനിയത്തിൻ്റെ അയിരാണ്. ബോക്സൈറ്റ് എന്നത് അലുമിനിയത്തിൻ്റെ അയിരാണ്. ബോക്സൈറ്റ് ഉൽപ്പാദനത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞുതരാം. ആദ്യം ഒഡീഷ, പിന്നെ ജാർഖണ്ഡ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്രയാണ്. ബോക്സൈറ്റ് ഉൽപ്പാദനത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒഡീഷ, ജാർഖണ്ഡ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. നിങ്ങളിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. OJGCMM അതായത് ബോക്സൈറ്റ് ഉൽപ്പാദനത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒഡീഷ, ജാർഖണ്ഡ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. O for ഒഡീഷ, J for ജാർഖണ്ഡ്, G for ഗുജറാത്ത് ആൻഡ് C for ഛത്തീസ്ഗഡ്, M for മധ്യപ്രദേശ്, M for മഹാരാഷ്ട്ര. അതേപോലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപം എവിടെയാണുള്ളത്? കാലഹന്ദി കോരാപുത്തിലാണ്. ഇതെവിടെയാണുള്ളത്? ഒഡീഷയിലെ കാലഹന്ദി കോരാപുത്തിലാണ് ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ളത്. ബോക്സൈറ്റ് എന്ന് പറയുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ് ഉൽപ്പാദനത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒഡീഷ, ജാർഖണ്ഡ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ആണ്. ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ളത് കാലഹന്ദി കോരാപുത്തിലാണ്, ഒഡീഷയിലുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? അത് ചാവക്കാട് ഓറഞ്ച് ആൻഡ് വെസ്കോൾ ടോളിൽ നിന്നാണ് ചന്ദ്രശങ്കര എന്ന തെങ്ങ് വികസിപ്പിച്ചെടുത്തത്. ചന്ദ്രശങ്കര എന്ന് പറയുന്നത് ചാവക്കാട് ഓറഞ്ചിനെയും വെസ്റ്റ് കോസ്റ്റ് ടോളിനെയും ക്രോസ് ചെയ്തിട്ടാണ് ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ് വികസിപ്പിച്ചെടുത്തത്. ചന്ദ്രശങ്കര എന്ന് പറയുന്നത് ചാവക്കാട് ഓറഞ്ച്. ചന്ദ്രശങ്കരയിൽ ചാ ഇല്ലേ, അല്ലെ ചാവക്കാട് ഓറഞ്ചിൽ ചാ വെച്ച് കണക്ട് ചെയ്താൽ മതി. വെസ്റ്റ് കോസ്റ്റ് ടോളിന് നമുക്ക് ഷാ വെച്ചിട്ട് വെസ്റ്റ് കോസ്റ്റ് ടോളിന് ശങ്കര എന്നുള്ളതിൽ ആ വെസ്റ്റ് കോസ്റ്റ് ടോളിന് അങ്ങനെ ഓർത്താൽ മതി. അതുപോലെ തന്നെ മറ്റ് സങ്കരയിനം തെങ്ങുകളുടെ കൂടെ പറഞ്ഞുതരാം. ചന്ദ്രലക്ഷ എന്ന് പറയുന്നതുണ്ട്. അത് ലക്ഷദ്വീപ് ഓർഡിനറിയെയും ചാവക്കാട് ഓറഞ്ചിനെയും ക്രോസ് ചെയ്തിട്ടാണ് ചന്ദ്രലക്ഷ എന്ന് പറയുന്ന സങ്കരയിനം തെങ്ങ് വികസിപ്പിച്ചത്. ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിനെയും ചാവക്കാട് ഓറഞ്ചിനെയും ക്രോസ് ചെയ്തിട്ടാണ്. ചന്ദ്രലക്ഷയിൽ ചാവക്കാട് ഓറഞ്ച്, ലക്ഷദ്വീപ് ഓർഡിനറി, അങ്ങനെ ഓർത്താൽ മതി. അതുപോലെ ലക്ഷഗംഗ എന്ന് പറയുന്ന ഒരു സങ്കരയിനം തെങ്ങ് കൂടെയുണ്ട്. അത് ലക്ഷദ്വീപ് ഓർഡിനറിനെയും ഗംഗാബോധത്തിന് കൂടെ ക്രോസ് ചെയ്തിട്ടാണ് ലക്ഷഗംഗ, ലക്ഷദ്വീപ് ഓർഡിനറി ആൻഡ് ഗംഗാബോധം ലക്ഷദ്വീപ് ഓർഡിനറി. അപ്പം ലക്ഷഗംഗ, ലക്ഷ പറഞ്ഞാൽ ലക്ഷദ്വീപ് ഓർഡിനറി, ഗംഗാബോധം, അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം. പയറുവർഗ്ഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനമേതാണ്? അത് ഹരിതയാണ്. ഹരിത അപ്പോൾ ഏത് വിത്തിനത്തിൻ്റെയാണ്? വഴുതിനയുടെയാണ്. വഴുതിനയുടെ ഏതൊക്കെയാണ്? ഹരിത, നീലിമ, സൂര്യശ്വേത. വഴുതിനയുടെ ഏതൊക്കെയാണ്? ഹരിത, നീലിമ, സൂര്യശ്വേത. ഹരിത, നീലിമ, സൂര്യശ്വേത എന്ന് ഓർത്ത് വെച്ചാൽ മതി. അത് വഴുതിനയുടെ വിത്തിനങ്ങളാണ്. ഇനിയിപ്പോൾ നമുക്ക് പയറിൻ്റെ വിത്തിനങ്ങൾ പറയാം. ലോലമാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക.
ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇവ 4 പയറിൻ്റെ വിത്തിന് എന്ന് പറയപ്പെടുന്നത്. ഇത് കൂടാതെയുണ്ട്, ഇപ്പോൾ 4 പഠിച്ചാൽ മതി. പയർ, ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പയറിൻ്റെ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക ഏതാ? പയറിൻ്റെ. ഹരിത ഏതാ? വഴുതിന. ഹരിത, നീലിമ, സൂര്യശേത. വഴുതിന, ഹരിത, നീലിമ, സൂര്യശേത. പയർ, ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. നമ്മൾ ഇതോടെ ഈ ക്ലാസ് നിർത്താണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. താങ്ക് യു.